ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ICT. അങ്ങനെ വീണ്ടും ഒരു വെള്ളിയാഴ്ച എത്തിയിരിക്കുകയാണ്. നിങ്ങളോടൊപ്പം ചിൽ ചെയ്യാൻ ഞങ്ങളും എത്തിയിരിക്കുകയാണ്. ഇറ്റ്സ് മീ RJ Abhinav and this is RJ Jannat. Welcome back to ICT Tarang FM station. ഒന്ന് ചിരിക്കാം ഓർത്തു വെക്കാം. ഹായ് അബി, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ റേഡിയോയുടെ ഫസ്റ്റ് ഡേ ഫീഡ്ബാക്ക്? അതൊക്കെ അടിപൊളിയായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയൊന്നുമല്ല നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം. അതെന്താ റസ്ല നീ അങ്ങനെ പറഞ്ഞത്? അപ്പോ നിങ്ങൾ ഒന്നും അറിഞ്ഞില്ലേ? എന്താ റസ്ല കാര്യം? ശ്രീലങ്കയിലും തമിഴ്നാട്ടിലും നാശം വിതച്ച് ബുറേവി ചുഴലിക്കാറ്റ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും എത്തിയിരിക്കുകയാണ്. ഓ, ആ കാര്യം ഞങ്ങൾ മറന്നിരിക്കുകയായിരുന്നു. അതിനെ പരിഭ്രമിക്കുകയും പേടിക്കുകയും ഒന്നുമല്ല വേണ്ടത്. എല്ലാം അതിജീവിച്ച് നമ്മൾ ഇതിനെയും അതിജീവിക്കും. എല്ലാവരും ജാഗ്രതയും ധൈര്യവും കൈവിടാതെ സുരക്ഷിതരായി തന്നെ ഇരിക്കുക. നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ റിസ്ല പറഞ്ഞത്? എല്ലാവരും സ്വന്തം വീടുകളിൽ സുരക്ഷിതരായിരിക്കുക. യു ആർ ലിസണിംഗ് ടു ICT Tarang FM സ്റ്റേഷൻ. ഒന്നിച്ചിരിക്കാം ഓർത്തു വെക്കാം. ഇന്ന് നാം നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി എന്താണ് പറയാൻ പോകുന്നത്? ഇന്നെന്താ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയില്ലേ നിനക്ക്? ഇന്നെന്താ? ഇന്നാണ് ഇന്ത്യൻ നേവി ഡേ. ഇന്ത്യൻ നേവി ഡേയോ? ഒന്ന് വിശദീകരിക്കാമോ അബി? ഓക്കെ, ഞാൻ പറയാം. ഇന്ന് ഡിസംബർ 4 രാജ്യം 52ാമത് നാവികസേനാ ദിനം ആഘോഷിക്കുകയാണ്. 5000ഓളം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇന്ത്യയുടെ നാവികസേന. ലോകത്തിലെ ഏറ്റവും വലിയ 7ാമത്തെ നാവികസേനയാണ് ഇന്ത്യയുടേത്. 1932 റോയൽ ഇന്ത്യൻ നേവി സ്ഥാപിതമായത്. നമ്മുടെ സ്കൂളിലും ഉണ്ട് അബി നേവി ആയിട്ട് ബന്ധമുള്ള ഒരാൾ. നമ്മുടെ സ്കൂളിലോ? അതാരാ? വല്ല പാരന്റ്സും ആണോ? പാരന്റ്സും ഒന്നുമല്ല, നമ്മുടെ ഒരു ടീച്ചറാണ്, നമ്മുടെ സ്വന്തം വിജയരാഘവൻ സാർ. വിജയരാഘവൻ സാറോ? സാറെന്താ അവിടെ? വിജയരാഘവൻ സാർ നേവി സ്കൂളിൽ 33 വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോ ഇന്ന് നേവി ഡേ ആയിട്ട് എന്താ നമ്മുടെ മെയിൻ പ്രോഗ്രാംസ്? വേറെ എന്താ, നേവിയെ പറ്റി അറിയുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നേവി ഡേയെ പറ്റി അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. നമുക്ക് വേണ്ടി സംസാരിക്കാൻ വിജയരാഘവൻ സാർ നമ്മുടെ ഒപ്പം ലൈനിൽ ചേരുന്നുണ്ട്. യു ആർ ലിസണിംഗ് ടു ICT Tarang FM സ്റ്റേഷൻ. ഒന്നിച്ചിരിക്കാം ഓർത്തു വെക്കാം. ഹായ് സാർ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു ICT Tarang. ഹലോ, വെരി ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഇന്നത്തെ ദിവസത്തെ പറ്റി സാറിനോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ? ഇന്നാണ് നമ്മുടെ ഇന്ത്യൻ നേവി ഡേ. അപ്പം ഞങ്ങൾക്ക് കൂട്ടുകാർക്കും നേവി ഡേയെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ സാറിനെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. ശരി, തീർച്ചയായിട്ടും നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ നിങ്ങൾ കുട്ടികളുമായി പങ്കുവെക്കാൻ ഒരവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതിനൊരു സാഹചര്യം ഒരുക്കി തന്ന ICT റേഡിയോയോട് ഞാൻ നന്ദി അറിയിക്കുന്നു. നേവി ഡേയോടനുബന്ധിച്ചിട്ടാണ് ഈ സംപ്രേഷണം നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേവി ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ് സർ? എല്ലാ വർഷവും ഡിസംബർ 4 നേവി ഡേ ആയി ആഘോഷിക്കുന്നു. 1971 യുദ്ധത്തിൽ പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായ കറാച്ചി തുറമുഖവും അവരുടെ നിരവധി യുദ്ധക്കപ്പലുകളും ഇന്ത്യൻ നേവിയുടെ ആക്രമണത്തിൽ തകർന്ന് നാമാവിശേഷമായി. ഈ ഓപ്പറേഷൻ നടന്നത് 1971 ഡിസംബർ 4 ഈയൊരു സംഭവം ഇന്ത്യയുടെ ഗംഭീര വിജയത്തിന് ഒരു നിർണായക ഘടകമായി മാറി. ഇതിന്റെ ഓർമ്മക്കായി എല്ലാ വർഷവും ഡിസംബർ 4 നേവി ഡേ ആയി ആഘോഷിക്കുന്നു. സാർ, അന്ന് അവിടെ നടക്കുന്ന സ്പെഷ്യൽ പ്രോഗ്രാംസ് എന്തൊക്കെയാണ്? എല്ലാ വർഷവും നേവി ഡേയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരാഴ്ചയോളം നിരവധി പരിപാടികൾ നേവി സംഘടിപ്പിക്കാറുണ്ട്. ഒന്ന്, നേവൽ ബേസുകളും യുദ്ധക്കപ്പലുകളും യുദ്ധസാമഗ്രികളും പൊതുജനങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സൗകര്യം ഒരുക്കുന്നു. 2, നേവൽ ബേസിന്റെ പരിസരത്ത് കരയിലും ജലത്തിലും ആകാശത്തിലുമായി നേവിയുടെ ശക്തി വിളിച്ചോതുന്ന നിരവധി അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നു. കൂടാതെ പല പ്രദേശങ്ങളിലുമായി മെഡിക്കൽ ക്യാമ്പുകൾ, സെമിനാറുകൾ, പ്രദർശനങ്ങൾ മുതലായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. നേവിയുടെ സ്കൂളിൽ വർക്ക് ചെയ്തപ്പോൾ സാറിന്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ നേവിയുടെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. അതുവഴി എനിക്കുണ്ടായ നേട്ടങ്ങളെന്ന് പറയാവുന്നത് നേവിയുടെ ഭാഗമായി രാജ്യസേവനം നടത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കരുതുന്നത്. കൂടാതെ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലുള്ളവരുമായും നമ്മുടെ സൗഹൃദ രാജ്യങ്ങളിലുള്ളവരുമായും പരിചയപ്പെടാനും അവരെ പറ്റി മനസ്സിലാക്കുവാനും ധാരാളം അവസരങ്ങൾ ലഭിച്ചു. ഇന്ത്യയിലും വിദേശങ്ങളിലുമായി ഒരു വലിയ ശിഷ്യ സമ്പത്താണ് എനിക്ക് നേടിയെടുക്കുവാൻ സാധിച്ചത്.
നമ്മുടെ ഉജ്ജ്വല ചരിത്ര പാരമ്പര്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുണ്ടായ മുന്നേറ്റങ്ങൾ എന്നിവയിലുള്ള എൻ്റെ നോളജ് ബേസ് വിപുലീകരിക്കുവാനും എനിക്ക് സാധിച്ചു. അങ്ങനെ നിരവധിയായ അഭിമാന മുഹൂർത്തങ്ങളിലൂടെയാണ് എൻ്റെ നേവൽ സർവീസ് കടന്നുപോയത്. നേവിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. യുവതലമുറയ്ക്ക് നേവിയിൽ പ്രവേശിക്കണമെങ്കിൽ എന്തെല്ലാം യോഗ്യതകളാണ് സർ വേണ്ടത്? ഇന്ത്യൻ നേവി ഇന്നത്തെ പുതുതലമുറയ്ക്ക് ധാരാളം ജോലി സാധ്യതകളാണ് തുറന്നു നൽകുന്നത്. പ്രധാനമായും 2 വിഭാഗങ്ങളിലാണ് നേവി സെലക്ഷൻ നടക്കുന്നത്. +2 തലത്തിൽ 50% മുകളിൽ മാർക്കുള്ളവർക്ക് സെയിലറായും, +2 തലത്തിൽ തന്നെ 60% മുകളിലായി ഉള്ളവർക്ക് ഓഫീസർ കാഡറിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. +2 തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മുതലായ വിഷയങ്ങൾ പഠിച്ചവർക്കാണ് ഈ അവസരങ്ങൾ. എഴുത്തു പരീക്ഷ, ഫിസിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ്, പിന്നെ ഓഫീസർ കാഡറിലേക്ക് SSB മുതലായ നടപടിക്രമങ്ങളിലൂടെയാണ് സെലക്ഷൻ നടക്കുന്നത്. വിശദ വിവരങ്ങൾക്ക് അപ്പോഴായി പത്രമാധ്യമങ്ങളിലൂടെയും വെബ്സൈറ്റിലൂടെയും നമുക്ക് ലഭ്യമാവുന്നതാണ്. ഒരിക്കൽ കൂടി ഇത്തരമൊരവസരം നൽകിയതിന് നന്ദി അറിയിച്ചുകൊണ്ട് ആശംസകളോടെ ജയ് ഹിന്ദ്. താങ്ക് യു വെരി മച്ച് സർ ഫോർ ബീങ് എ പാർട്ട് വിത്ത് us. നേവിയെ പറ്റി ഇത്രയധികം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ പ്രിയപ്പെട്ട വിജയരാഘവൻ സാറിനും നിങ്ങൾ ഓരോരുത്തർക്കും ICT തരംഗിന്റെ പേരിൽ ഒരു അടിപൊളി നേവിയുടെ ആശംസകൾ. ഇറ്റ്സ് മീ RJ Abhinav And this is RJ Jannat signing off from ICT Tarang FM station. ഒന്ന് ചിരിക്കാം, ഓർത്തു വെക്കാം.